പല സ്ഥലങ്ങളെയും അവസ്ഥ. നിർത്താതെ മഴ പെയ്താൽ മുങ്ങാവുന്നതേ ഉള്ളൂ എറണാകുളം. റോഡ് ഏതാണ് തോട് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ. ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പോകുന്ന മെയിൻ റോഡുകളുടെ അവസ്ഥയാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. വികസനത്തിന്റെ കാര്യത്തിൽ കൊച്ചി മുൻപന്തിയിലാണ്. എന്നാൽ ചെറിയൊരു മഴയിൽ വെള്ളത്തിനടിയിലും. നിരവധി പദ്ധതികൾക്കായി കോടികൾ ചിലവഴിച്ച നഗരമാണ് കൊച്ചി. വെള്ളക്കെട്ടിന് ഒരു പഞ്ഞവുമില്ല. രാവിലെ മുതൽ വൻ ഗതാഗത കുരുക്കുകളാണ് പല സ്ഥലങ്ങളിലും ഉണ്ടായത്. എന്തുകൊണ്ടാണ് കൊച്ചി പോലുള്ള വികസന നഗരങ്ങളിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? രണ്ട് പ്രളയം അടുപ്പിച്ചു കണ്ടവരാണ് നമ്മൾ മലയാളികൾ. അതുകൊണ്ട് മഴയ്ക്ക് മുമ്പേ നടത്തേണ്ട മുന്നൊരുക്കങ്ങൾ ആരെക്കാളും നന്നായിട്ട് നമ്മുടെ ഭരണകൂടത്തിന് അറിയാം. 2-3 ദിവസം അടുപ്പിച്ച് മഴ പെയ്താൽ കൊച്ചി കാണാൻ മുങ്ങിയിറങ്ങേണ്ട അവസ്ഥ വരും. പലയിടങ്ങളിലും വെള്ളക്കെട്ടായതിനാൽ ജനങ്ങൾ ദുരിതത്തിലായി. റോഡുകളിലും വീടുകളിലും വെള്ളം കയറി. കാനുകൾ നിറഞ്ഞ് മാലിന്യം റോഡിലൂടെ ഒഴുകി നടക്കുന്നു. മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ വൈകിയതാണ് പലയിടത്തും വെള്ളക്കെട്ടിന് കാരണമായത്. ചതുപ്പ് നികത്തിയതും പെയ്ത്തുവെള്ളം ഏറ്റുവാങ്ങിയിരുന്ന കാനയുടെ പണി തടസ്സപ്പെട്ടതും എടുത്തു പറയേണ്ടതാണ്. ഇതെല്ലാം നേരത്തെ ചെയ്തിരുന്നെങ്കിൽ പാവപ്പെട്ട ജനത ഇത്രയും അനുഭവിക്കേണ്ടി വരുമായിരുന്നു. കോടികൾ മുടക്കി പല പദ്ധതികൾ നടപ്പിലാക്കി വികസന നഗരമാക്കാൻ കാണിക്കുമ്പോഴും ജനങ്ങൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാൻ മറന്നു. ഇതാണോ വികസന നഗരത്തിന്റെ വികസന കാഴ്ചകൾ? വെള്ളം കാനയിലേക്ക് ഒഴുകിപ്പോകുന്നതിനുള്ള സൗകര്യങ്ങൾ അപര്യാപ്തമെന്നാണ് പ്രദേശവാസികൾ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ മുഴുകിയത് കൊണ്ടാണ് എന്നായിരിക്കുമല്ലേ മറുപടി. നഗരത്തിലെ വെള്ളക്കെട്ട് ഉയർത്തുന്ന പ്രശ്നത്തിന് വൻ മാറ്റം കൊണ്ടുവന്ന ഒന്നായിരുന്നു ഓപ്പറേഷൻ അനന്ത. ഓപ്പറേഷൻ അനന്തയുടെ തുടർച്ചയും ഉണ്ടായില്ല. പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കേണ്ട നിർമ്മാണങ്ങളും നിലച്ചു. ഇപ്പോൾ തലസ്ഥാനത്തെ ചില പ്രദേശങ്ങളിൽ ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി ഓടകൾ ക്ലീൻ ചെയ്യാൻ തുടങ്ങി. ഓടകൾ വൃത്തിയാക്കാൻ വൈകും തോറും നഗരം ഈ മാലിന്യ വെള്ളക്കെട്ടിൽ മുങ്ങും. ദുരന്തം കഴിഞ്ഞിട്ട് മുന്നൊരുക്കങ്ങൾ നടത്തുന്നതാണോ അതോ അതിന് മുന്നേ നടത്തുന്നതാണോ അതിന്റെ ശരിയെന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. You are watching India's first NGO television, Malanad TV India.